എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. കാരണം എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞു പോയ ഒരു വീടിൻ്റെ ദൃശ്യമാണിത്. ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ വീട്. വഴിത്തലയിലെ MK ജോസഫിന്റെ മടത്തിപ്പറമ്പിൽ വീട് സിനിമയിലെ ജോർജ് കുട്ടിയുടെ വീട്. ഒരു സിനിമയുടെ 3 ഭാഗങ്ങളിലും ലൊക്കേഷനായി മാറിയ ഒരു വീട് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും അപൂർവമായിരിക്കും. MK ജോസഫും ജ്യേഷ്ഠനും ചേർന്ന് 1980-ലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ദൃശ്യത്തിന്റെ ഷൂട്ടിങ്ങിനായി സംവിധായകൻ ജിത്തു ജോസഫാണ് ആദ്യമായി MK ജോസഫിനെ സമീപിക്കുന്നത്. ആദ്യ ഭാഗത്തിലെ നിർണായക കഥാസന്ദർഭങ്ങൾ ഇവിടെ വെച്ചാണ് സംഭവിക്കുന്നതും. രണ്ടാം ഭാഗത്തിലും പ്രധാന ലൊക്കേഷൻ ഇതുതന്നെയായിരുന്നു. ഇത്തവണ 13 ദിവസമാണ് ഈ വീട് ലൊക്കേഷനായി മാറിയത്. അതായത് 3-ാം ഭാഗത്തിലും ഒരു പ്രധാന റോളിൽ ഈ വീടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഷൂട്ടിങ്ങിനായി ഈ വീട്ടിൽ ചില മിനുക്കുപണികൾ സിനിമാ പ്രവർത്തകർ നടത്തിയിരുന്നു. വീട് തേടി എത്തിയത് ജിത്തു ജോസഫ്. അദ്ദേഹം ആദ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് തരുമെന്ന് ചോദിച്ചു. തരാമെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ തുടക്കം. വ്യത്യാസം അവരായിട്ട് വരുത്തിയിട്ടുണ്ട്. ഫ്രെയിമൊക്കെ വെച്ച് ഗ്ലാസ് ഒക്കെ ഇട്ട്. ഈ വീടിൻ്റെ മുകളിൽക്കൂടെ കാണുന്നത് അത്, പിന്നെ താഴ്ത്തത്, പിന്നെ ഓടെല്ലാം കഴുകി ഇവിടെ പൂശി, പിന്നെ പെരയെല്ലാം പൂശി. ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ MK ജോസഫിന്റെയും കുടുംബത്തിന്റെയും താമസം ഒരു മുറിയിലായി ഒതുങ്ങും. ഭക്ഷണം പോലും പാകം ചെയ്യാൻ കഴിയാറില്ല. നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ജോലിക്ക് തടസ്സമല്ലേ. ഞങ്ങൾ ഒരു മുറിയിൽ ഇരിക്കും. പിന്നെ ഷൂട്ട് കഴിയുമ്പോൾ എല്ലാ മുറിയിൽ കൂടെയൊക്കെ നടക്കും. ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്. ഇനിയിപ്പോൾ 6 മണിക്ക് പോയാലും വൈകുന്നേരത്തെ ഭക്ഷണം അവർ തന്നിട്ടേ പോകുള്ളൂ. പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഇവിടെ തന്നെയാണ്. കുഴിച്ചിടുന്ന ഇതേ ഭാഗത്തായിട്ടാണ്. വഴിത്തലയിലൂടെ കടന്നു പോകുന്നവർ ഈ വീടിന് മുന്നിൽ വാഹനമൊന്ന് നിർത്തും. ചിലപ്പോൾ അകത്തേക്ക് വന്ന് സെൽഫിയും എടുത്താണ് മടങ്ങാറ്. ദൃശ്യം തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും ലൊക്കേഷൻ ഇതുതന്നെയായിരുന്നു. ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങൾ വലിയ വിജയമായിരുന്നു. 3-ാം ഭാഗം അതിലും വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.